എനിക്ക് ഏറ്റവും സന്തോഷം, കാരണം ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു 10-11 വർഷമായി ഒരുമിച്ചുള്ള ഒരു സുഹൃത്താണ്. മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നായിക, നർത്തകിയാണ്, ബ്ലോഗറാണ്, ഡാൻസറാണ്, സിംഗറാണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗൗരി കൃഷ്ണൻ. ഗൗരി കൃഷ്ണൻ അങ്ങനെ അനുവാദമില്ലാതെ സ്വീകരണ മുറിയിൽ കടന്നു വരാറുള്ള പ്രിയപ്പെട്ട ഗൗരി കൃഷ്ണൻ. കുറച്ച് നാളായിട്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എന്താ കുറച്ച് നാളായിട്ട് വരാതിരുന്നത്? എന്താ വരാതിരുന്നത്, ഞാൻ +2 കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ PG എടുത്തിട്ടില്ല, ഗ്രാജുവേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതും ഡിസ്റ്റൻ്റ് ആയിട്ട്. അപ്പം എനിക്ക് PG കൂടെ എടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 2 years നമ്മൾ ബ്രേക്ക് എടുത്തതാണ്. ബാക്കി 2 years ഒന്നും വരാത്തോണ്ട് വിചാരിച്ചതാണ്. ആദ്യം ഞാൻ അനിയത്തി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് അനിയത്തിയായിരുന്നു. അതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഗൗരി എന്ന് തന്നെയായിരുന്നു. അതാണ് അത് ഞാൻ +2 അതില ഗൗരി എന്ന് തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് അല്ലല്ല, ഓൾറെഡി എനിക്ക് ഫസ്റ്റ് ആ ഒരു 1 ലൈൻ അവര് ഓഡിഷൻ കഴിഞ്ഞ് തരുമ്പോ അതിനകത്ത് ഞാൻ ഗൗരി എന്ന് കണ്ടിരുന്നു. അങ്ങനെയൊക്കെ അപൂർവമാണല്ലേ നമ്മൾ അഭിനയിക്കുമ്പോൾ. എന്റെ ബീന എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വൃത്തികെട്ട പേര്, സ്വയം മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണ്. സഹിക്കാൻ പറ്റില്ല എന്നെ. എന്റെ മനു നമ്മളൊക്കെ സമ്മതിക്കണ്ടേ? അല്ല, ചേച്ചിന്ന് ബീൻ ചേച്ചി വിളിച്ച കുഴപ്പമില്ല. എന്റെ ഭർത്താവ് ബീനേന്നൊക്കെ അയ്യാ ഞാൻ ചാവ് വന്ന് എന്നെ എടീന്ന് വിളിച്ചോ. ഓക്കെ, എന്നെ ബീനേന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല ഇന്ന് വരെ എന്റെ പേര്. അയ്യോ, എനിക്ക് മനു വിളിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഡൈവേഴ്സ് അത് ചേച്ചി അതറിയാമോ, അത് നമുക്ക് ഇഷ്ടമുള്ള ആള് അല്ല, അല്ലെങ്കിൽ എനിക്ക് പേര് ഇഷ്ടമല്ല, ബീന ഇഷ്ടമല്ല. അയ്യോ, ഞാൻ സത്യത്തില് നിന്റെ പോടാ, എനിക്ക് ചാരുലത ടൈറ്റിൽ ക്യാരക്ടർ ഒക്കെ ചെയ്തപ്പോ ഉണ്ടല്ലോ, സത്യത്തില് ഞാൻ ചാരു എന്നൊക്കെ മാറ്റി, ചാരു എന്നൊക്കെ മാറ്റിയല്ല, അനാമിക ഞാൻ അനാമികയായിരുന്നു. അതിൻ്റെ അകത്ത് ചാരുലതയായിരുന്നു. തപസ്യല അനിത, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേര്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പേര്. വീണ, അത് ഇഷ്ടമാണ്. അങ്ങനത്തെ കുറെ പേരുകളൊക്കെ എനിക്ക്. പക്ഷെ നമ്മുടെ അല്ല, അനാമിക ഒഴിച്ച് ബാക്കിയൊക്കെ ഇനി സമയം വൈകിട്ടില്ല. അനാമിക ഇച്ചിരി കൂടി പോയിട്ടാ പ്രായത്തിലല്ലേ? പറഞ്ഞ ചേച്ചിക്ക് ഇപ്പൊ ഇനിയിപ്പോ അനാമിക അനാമികട ചെറിയ കുട്ടി, അതും ചേച്ചി അങ്ങനെ അനാമിക വലുതായി. ഞാൻ ചോട്ടെ, ചെറിയ പെണ്ണായിട്ട് എന്റെ അമ്മയുടെ അനിയത്തിന് അനാമിക എന്നാണ്. അനാമിക അമ്മൂമ്മയായിട്ടുണ്ടാവൂലേ ഇപ്പൊ എത്ര പേര്? ചേച്ചിക്ക് എല്ലാം ചേരും.